നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. അമേരിക്കയുമായുള്ള രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് ഉപാധികളുമായി വീണ്ടും ഇറാൻ. ഹോർമുസ് തുറക്കണമെന്നും ലബനനിൽ ആക്രമണം നടത്തരുതെന്നും ഉപാധിയിൽ. യുദ്ധം വേണോ നാശം വേണോ എന്ന് ഇറാൻ തീരുമാനിക്കട്ടെ എന്ന് US പ്രതിരോധ സെക്രട്ടറി. യുക്രൈനിൽ റഷ്യയുടെ കടുത്ത ആക്രമണം, 16 പേർ മരിച്ചു, റഷ്യയിലും 2 മരണം. കുവൈറ്റ് ഒരു സംഘർഷത്തിലും കക്ഷിയല്ലെന്ന് കുവൈറ്റ് മന്ത്രിസഭ. ഒരു രാജ്യത്തിനെതിരെയും ആക്രമണം നടത്താൻ തങ്ങളുടെ പ്രദേശം ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രിസഭ. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി ചർച്ച നടത്തി പാകിസ്ഥാൻ പ്രധാനമന്ത്രി. ഒരിടവേളയ്ക്ക് ശേഷം UAE-യിലെ വിദ്യാലയങ്ങൾ തുറക്കുന്നു. അടുത്തയാഴ്ച മുതൽ സാധാരണ നിലയിൽ അധ്യയനം തുടങ്ങും. സ്കൂൾ ബസ്സുകളുടെ സർവീസ് തൽക്കാലം ഉണ്ടാകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം. വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ. പ്രതിപക്ഷ എതിർപ്പിനിടെ അവതരിപ്പിച്ചത് നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. ബില്ലിന് രാഷ്ട്രീയ നിറം നൽകേണ്ടെന്നും കാലഘട്ടത്തിന്റെ അനിവാര്യതയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബില്ലിനെ എതിർക്കുന്നവർക്ക് സ്ത്രീകൾ മാപ്പ് നൽകില്ലെന്നും മോദി. ഭരണഘടനയെ ഹൈജാക്ക് ചെയ്യാൻ നീക്കമെന്ന് പ്രതിപക്ഷം. ബില്ലിന്മേലുള്ള വോട്ടെടുപ്പ് നാളെ വൈകിട്ട് 4 മണിക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് മുൻപേ മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ചയിൽ കോൺഗ്രസിൽ അസ്വസ്ഥത. KC വേണുഗോപാലിനെയും VD സതീഷിനെയും അനുകൂലിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ്. ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് നേതാക്കൾ. ചർച്ചകൾക്കായി രമേശ് ചെന്നിത്തല നാളെ ഡൽഹിയിലേക്ക്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ നടപടി. അനാട്ടമി മേധാവി MK റാമിനെ പുറത്താക്കി. വിദ്യാർത്ഥികളുടെ സമരം തുടരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. പശ്ചിമേഷ്യ സമാധാന വഴിയിലേക്കെന്ന സൂചനകൾ നൽകി ഇറാൻ US രണ്ടാം ഘട്ട ചർച്ചകളുടെ സാധ്യത തെളിയുന്നു. ആദ്യഘട്ട ചർച്ചകളിൽ കീറാമുട്ടിയായി നിന്ന ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതിയിൽ അഭിപ്രായ സമന്വയം ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങളിലാണ് പാക് പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും. എന്നാൽ ചർച്ചയ്ക്ക് ഇറാൻ ഉപാധികൾ വെച്ചതായാണ് റിപ്പോർട്ട്. ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്നും ലബനനിൽ ആക്രമണം നടത്തരുതെന്നും ഉപാധികളിലുണ്ട്. യുദ്ധം വേണോ നാശം വേണോ എന്നത് ഇറാൻ ബുദ്ധിപൂർവ്വമായി തിരഞ്ഞെടുക്കണമെന്ന് US പ്രതിരോധ സെക്രട്ടറി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അതിനിടെ ഇറാനിയൻ തുറമുഖങ്ങൾക്ക് നേരെയുള്ള നാവിക ഉപരോധത്തിൽ 10 കപ്പലുകൾ പിടിച്ചെടുത്തതായി അമേരിക്ക വെളിപ്പെടുത്തി. കുവൈറ്റ് ഒരു സംഘർഷത്തിലും കക്ഷിയല്ലെന്നും ഒരു രാജ്യത്തിനെതിരെയും ആക്രമണം നടത്താൻ തങ്ങളുടെ പ്രദേശം ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നും കുവൈറ്റ് മന്ത്രിസഭ. നിഷ്പക്ഷത, അന്താരാഷ്ട്ര നിയമങ്ങൾ, നല്ല അയൽപക്ക ബന്ധം എന്നിവയിൽ അധിഷ്ഠിതമായ വിദേശ നയമാണ് കുവൈറ്റ് പിന്തുടരുന്നതെന്നും മന്ത്രിസഭ ആവർത്തിച്ചു. പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അസ്സബാഹിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. കുവൈറ്റിലെ നിരവധി സുപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളെ യോഗം അപലപിച്ചു. ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമം, മാനുഷിക നിയമം, UN ചാർട്ടർ എന്നിവയുടെ നഗ്നമായ ലംഘനമാണെന്നും അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രാദേശിക അന്തർദേശീയ ശ്രമങ്ങളെ ഇത് ദുർബലപ്പെടുത്തുമെന്നും മന്ത്രിസഭ മുന്നറിയിപ്പ് നൽകി. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ജിദ്ദയിൽ ചർച്ച നടത്തി. ഖത്തറും തുർക്കിയും ഉൾപ്പെടുന്ന പര്യടനത്തിന്റെ ഭാഗമായി ഉന്നതതല പ്രതിനിധി സംഘത്തോടൊപ്പം പാക് പ്രധാനമന്ത്രി ഔദ്യോഗിക സന്ദർശനാർത്ഥം ഇന്നലെ സൗദിയിലെത്തുകയായിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിന് പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്ന പശ്ചാത്തലത്തിൽ നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള വഴികൾ പാക് പ്രധാനമന്ത്രി മേഖലാ നേതാക്കളുമായി ചർച്ച ചെയ്യും. UAE-യിലെ വിദ്യാലയങ്ങൾ ഒരിടവേളയ്ക്ക് ശേഷം തുറക്കുന്നു. അടുത്തയാഴ്ച മുതൽ വിദ്യാർത്ഥികൾ സ്കൂളിലെത്തി തുടങ്ങും. എന്നാൽ സ്കൂൾ ബസ്സുകളുടെ സർവീസ് തൽക്കാലത്തേക്കുണ്ടാവില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. മേഖലയിലെ സംഘർഷ സാഹചര്യം പരിഗണിച്ച് മാർച്ച് 2 മുതലാണ് വിദ്യാലയങ്ങൾ ഓൺലൈൻ പഠന രീതിയിലേക്ക് മാറിയത്. ഇറാൻ ഇസ്രായേൽ US സംഘർഷത്തിനിടെ UAE-ക്ക് നേരെ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് വിദ്യാലയങ്ങൾ ഓൺലൈൻ പഠന രീതിയിലേക്ക് മാറിയത്. മാർച്ച് 2 മുതലാണ് വിദൂര വിദ്യാഭ്യാസ രീതി UAE-യിലെ സ്കൂളുകൾ നടപ്പാക്കിയത്. സംഘർഷ സാഹചര്യത്തിന് കുറവ് വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നേരിട്ടുള്ള പഠന രീതി പുനരാരംഭിക്കാൻ UAE വിദ്യാഭ്യാസ മന്ത്രാലയം തീരുമാനിച്ചത്. സർക്കാർ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കിൻഡർഗാർട്ടൻ മുതലുള്ള എല്ലാ സ്കൂളുകളും കോളേജുകളും ഏപ്രിൽ 20 തിങ്കളാഴ്ച മുതൽ നേരിട്ടുള്ള പഠന രീതിയിലേക്ക് മാറും. എന്നാൽ തയ്യാറെടുപ്പുകൾ പൂർത്തിയാവാത്തതിനാൽ സ്കൂൾ ബസ്സുകളുടെ സർവീസ് ഉണ്ടാവില്ല. അതേസമയം സ്വകാര്യ സ്കൂളുകൾക്ക് ആവശ്യമെങ്കിൽ ഹൈബ്രിഡ് റൊട്ടേഷൻ പഠനരീതി സ്വീകരിക്കാമെന്നും മന്ത്രാലയം അറിയിച്ചു. പ്രാദേശിക വിദ്യാഭ്യാസ വകുപ്പുകളുടെ മേൽനോട്ടത്തിലായിരിക്കണം ഇതെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. അമൃത ന്യൂസ്, ദുബായ്.
പ്രതിപക്ഷ എതിർപ്പുകൾക്കിടയിൽ വനിതാ സംവരണ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു. വനിതാ സംവരണം കാലത്തിന്റെ അനിവാര്യതയാണെന്നും മണ്ഡല പുനർനിർണയത്തിലൂടെ ലോക്സഭയിൽ സംസ്ഥാനങ്ങളുടെ അനുപാതം ഇതേ രീതിയിൽ തുടരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ജനാധിപത്യ സംവിധാനം തകർക്കുന്ന ബില്ലിനെ പൂർണ്ണമായും എതിർക്കുമെന്ന് പ്രതിപക്ഷം. ബില്ലുകളിൽ വോട്ടെടുപ്പ് നാളെ വൈകിട്ട് 4 മണിക്ക് നടക്കും. നിയമനിർമ്മാണ സഭകളിൽ വനിതകൾക്ക് 33% സംവരണം ഉറപ്പാക്കുന്ന വനിതാ സംവരണ ബില്ല് ഉൾപ്പെടെ 3 ബില്ലുകൾ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചു. 3 ബില്ലുകളിലും ഒരുമിച്ച് ചർച്ച നടത്തി നാളെ വൈകിട്ട് 4 മണിക്ക് വോട്ടെടുപ്പ് നടത്തും. വനിതാ സംവരണ ബിൽ അവതരിപ്പിക്കാൻ നടത്തിയ വോട്ടെടുപ്പിൽ 251 പേർ ബിൽ അവതരണത്തെ അനുകൂലിച്ചും 155 പേർ എതിർത്തും വോട്ട് ചെയ്തു. സ്ത്രീകളെ മാറ്റി നിർത്തിയ കുറ്റത്തിൽ നിന്ന് മുക്തി നേടാനുള്ള അവസരമാണിതെന്നും വനിതാ സംവരണം കാലത്തിന്റെ അനിവാര്യതയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലോക്സഭയിൽ സംസ്ഥാനങ്ങളുടെ അനുപാതം ഇതേ രീതിയിൽ തുടരും. ഒരു സംസ്ഥാനത്തോടും പക്ഷപാതം കാണിക്കില്ലെന്നും നരേന്ദ്രമോദി ഉറപ്പ് നൽകി. और मैंने प्रारंभ में कहा है कि हम सब भाग्यवान हैं कि हमें ऐसे महत्वपूर्ण और देश की आधी आबादी को इस राष्ट्र निर्माण की नीति निर्धारण प्रक्रिया में हिस्सेदार बनाने का सौभाग्य मिल रहा है. ബില്ലിനെ പൂർണ്ണമായും എതിർക്കാനാണ് നിലവിൽ പ്രതിപക്ഷ തീരുമാനം. ജനാധിപത്യ സംവിധാനം അട്ടിമറിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഭരണഘടനാ മൂല്യങ്ങൾ തകർക്കുന്ന ബില്ല് പിൻവലിക്കണമെന്നും KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടു. This actually is a fundamental, it bill is completely a fundamental attack on Indian federal structures. So what exactly the intention of the introduction of the bill? This is what the entire country is now watching. Last 2023, Lok Sabha and Rajya Sabha, the parliament passed a bill ensuring 33% women reservation in the parliament and Vidhan Sabha. അതേസമയം സെൻസസ് നടപടികളിൽ ജാതി രേഖപ്പെടുത്തുന്നുണ്ടെന്നും മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംവരണം ഭരണഘടനാ വിരുദ്ധമാണെന്നും അഖിലേഷ് യാദവിന്റെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. മണ്ഡലം പുനർനിർണയത്തിലൂടെ ലോക്സഭാ സീറ്റുകൾ 543 നിന്ന് 850 ഉയരും. നിയമസഭകളിൽ ജനസംഖ്യ ആനുപാതികമായും 50% ഫോർമുല ഉപയോഗിച്ചും സീറ്റുകൾ വർദ്ധിപ്പിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വനിതാ സംവരണത്തിൽ സർക്കാർ എന്ത് നിർദ്ദേശം മുന്നോട്ട് വെച്ചാലും സ്വീകാര്യമല്ലെന്ന് മുസ്ലിം ലീഗ്. ബില്ല് പിൻവലിക്കണമെന്ന് ET മുഹമ്മദ് ബഷീർ. സർക്കാരിനെ ദുഷ്ടലാക്കെന്നും ലക്ഷ്യം തിരഞ്ഞെടുപ്പ് നേട്ടമെന്നും അദ്ദേഹം പറഞ്ഞു. അധികാരം ഉറപ്പിക്കാനാണ് ശ്രമമെന്ന് അബ്ദുസമദ് സമദാനിയും പ്രതികരിച്ചു. വനിതാ സംവരണമാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ 543 സീറ്റിൽ വനിതാ സംവരണം ചെയ്താൽ മതി. അത് കഴിഞ്ഞ തവണ തന്നെ നമ്മൾ ഉറപ്പുകൊടുത്താണ് നമ്മളെല്ലാ പാർട്ടികളും, നമ്മൾ മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രതിപക്ഷത്തുള്ള എല്ലാ പാർട്ടികളും, ഇന്ത്യ അലയൻസിലെ കക്ഷികളൊക്കെ ഒന്നിച്ച് ഉറപ്പുകൊടുത്താണ് നമ്മളതിൻ്റെ കൂടെ ഉണ്ട്. അന്നത് ചെയ്തില്ല. ഇപ്പോൾ ഇടയ്ക്ക് പിടിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് വനിതാ സംവരണം ഉറപ്പിക്കാനല്ല, അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും കുറുക്ക് വഴിയിലൂടെ അധികാരം ഉറപ്പിക്കാൻ പറ്റുമോ എന്ന ശ്രമമാണ്. അധികാരം ഉറപ്പിക്കാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള MP-മാരുടെ എണ്ണം കുറക്കുക. 850, 543 850 പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ആനുപാതിക പ്രാതിനിധ്യം ഇല്ലാതാവും. പോപ്പുലേഷൻ ജനസംഖ്യ വെച്ചിട്ട് അംഗങ്ങൾ എടുക്കുമ്പോൾ ആനുപാതിക പ്രാതിനിധ്യം ഇല്ലാതാവും. ആനുപാതിക പ്രാതിനിധ്യം ഇല്ലാതായാൽ നമ്മുടെ ഫെഡറലിസം തകർക്കപ്പെടും, ജനാധിപത്യ സംവിധാനം തന്നെ അട്ടിമറിക്കപ്പെടും. ഇന്ത്യയുടെ GDP-യിൽ ആകെ ആളോഹരി ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 30% ദക്ഷിണേന്ത്യയുടെ സംഭാവന. പക്ഷേ ജനസംഖ്യയിൽ നമ്മൾ 20 ഉള്ളൂ, 20% ദക്ഷിണേന്ത്യയിൽ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ലോക്സഭയിൽ എണ്ണം കുറയും. ലോക്സഭയിൽ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞ് ദക്ഷിണേന്ത്യ ഒന്നുകൂടി ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള പരിപാടിയാണ്. എന്നിട്ട് ഉത്തരേന്ത്യയിൽ നിന്ന് ഓരോ സ്റ്റേറ്റിൽ നിന്നും ഇരട്ടി അല്ലെങ്കിൽ ഇരട്ടിയോളം ആളുകളാണ് വർദ്ധിക്കാൻ പോണത്. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് വർദ്ധിച്ചതിൽ കുറയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് വനിതാ സംവരണം എന്ന ഒരു മേമ്പടി ചേർത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ പുതിയ ചില രാഷ്ട്രീയ അജണ്ടകൾ കൊണ്ടുവരുന്നു. അത് വിഫലമാവും. ഈ ഇത്ര വലിയ സംഗതി കൊണ്ടുവരുന്ന സമയത്ത് സംസ്ഥാനങ്ങളുമായിട്ട് യാതൊരു കൺസൾട്ടേഷനും വന്നിട്ടില്ല. അത് ഇവരുടെ ഒരു പൊളിറ്റിക്കൽ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഫെഡറൽ സിസ്റ്റം തകർക്കുക എന്നുള്ളതാണ്, അതിനെ വിലമതിക്കാതിരിക്കുക എന്നുള്ളത്. അത് എടുത്തു കൊടുക്കുന്ന ശൈലിയാണ് പല കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചാലും. അപ്പോൾ ഇത്തരം എല്ലാവിധ കുറുക്കു ബുദ്ധിയും വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കലങ്ങിയ വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാനുണ്ടാകുന്ന ഒരു പൊളിറ്റിക്സാണ്.
വനിതാ സംവരണ ബില്ലിലൂടെ BJPയുടെ സങ്കുചിതമായ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് ജോൺ ബ്രിട്ടാസ്. ലോക്സഭ BJPയുടെ കുത്തകയാക്കാനാണ് നീക്കം. വനിതാ സംവരണ ബില്ലിലൂടെ ദക്ഷിണ ഭാരതത്തിന് പ്രാധാന്യമില്ലാതെയാകും. 850 പേരുള്ള സഭ എങ്ങനെ ക്രിയാത്മകമായി നടക്കുമെന്നും KC വേണുഗോപാൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ തുടരുന്ന വിധിയാകും ജനങ്ങൾ രേഖപ്പെടുത്തിയതെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് 850 അംഗ സഭ എന്ന് പറഞ്ഞാൽ ആ സഭ ഒരിക്കലും പ്രവർത്തനക്ഷമമാകില്ല. പണ്ട് കാലത്ത് 120 സിറ്റിംഗ്സൊക്കെ 120 ദിവസമൊക്കെ പാർലമെൻറ്റ് സമ്മേളിച്ചിരുന്നു. ഇന്ന് 50, 55, 60 ചുരുങ്ങിയിരിക്കുന്നു. അപ്പോൾ 850 പേരുള്ള ലോകസഭ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അവിടുത്തെ നടപടിക്രമമെന്ന് ആർക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എത്തുന്നതിന് മുൻപേ മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ചയിൽ കോൺഗ്രസിൽ അസ്വസ്ഥതകൾ തുടരുകയാണ്. KC വേണുഗോപാലിനെയും VD സതീശിനെയും അനുകൂലിക്കുന്നവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ കത്തിക്കയറുകയാണ്. തീരുമാനം ഹൈക്കമാൻഡിന്റേതെന്നാണ് നേതാക്കളുടെ പ്രതികരണം. അതേസമയം ഹൈക്കമാൻഡുമായുള്ള ചർച്ചകൾക്ക് രമേശ് ചെന്നിത്തല നാളെ ഡൽഹിയിലേക്ക് പോകും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം മുതൽ തന്നെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ചകൾ കോൺഗ്രസിൽ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനെ പിന്തുണച്ച് മുഖ്യമന്ത്രി എറണാകുളത്ത് നിന്നാകണമെന്ന് പറഞ്ഞ് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസാണ് ചർച്ചകൾക്ക് തുടക്കമിട്ടത്. KC വേണുഗോപാലിനെ പിന്തുണച്ച് K സുധാകരൻ കൂടി എത്തിയതോടെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ സൈബർ ഇടങ്ങളിൽ കൂടുതൽ ചൂടുപിടിച്ചു. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് നടക്കുന്ന ചർച്ചയിൽ കൂടുതൽ പ്രതികരണത്തിന് നേതാക്കൾ തയ്യാറായില്ല. പാർട്ടിക്ക് ഒരു നേതൃത്വമുണ്ടെന്നും അവർ തീരുമാനിക്കുമെന്നുമായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. ഫലം വരുന്നവരെ കാത്തിരിക്കുക. കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ഉണ്ടാവും, അവിടുത്തെ സിസ്റ്റം ഉണ്ട്, അവിടുത്തെ നേതാക്കന്മാരുണ്ട്, എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കും. വിവാദങ്ങൾ അനാവശ്യമാണെന്നും ഇത് പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുമെന്നും രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. ഇത് അനാവശ്യ വിവാദമാണ്. ഈ വിവാദത്തിന് ഒരു അർത്ഥവുമില്ല. അത് നമ്മളെ വോട്ട് ചെയ്ത് നമ്മളെ വിജയിപ്പിക്കാൻ കാത്തിരിക്കുന്ന കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളുടെ മനോവീര്യത്തെ, പ്രവർത്തകരുടെയും മനോവീര്യത്തെ കെടുത്താൻ മാത്രമേ ഇത് സഹായിക്കുകയുള്ളൂ. എല്ലാം തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണെന്ന് പറഞ്ഞ ചെന്നിത്തല ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഡൽഹിയിൽ എത്തും. അതേസമയം ചർച്ചയിൽ പക്ഷം പിടിക്കാൻ K മുരളീധരനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും തയ്യാറായില്ല. ഗ്രൂപ്പ് ഡാൻസ് കളിക്കേണ്ടടുത്ത് സിംഗിൾ ഡാൻസ് കളിക്കരുതെന്നായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. എല്ലാ നേതാക്കൾക്കും തന്റെ പിന്തുണയുണ്ടെന്നും മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. എന്റെ പിന്തുണ എല്ലാ നേതാക്കന്മാർക്കും ഉണ്ട്, എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും ഉണ്ട്. 4-ാം തീയതി വൈകുന്നേരം 4 മണിയാകുമ്പോൾ ക്ലിയർ പിക്ചർ വരും. എന്തിനാ ഇപ്പൊ പരസ്യമായിട്ട് പറയേണ്ട ആവശ്യം എന്താ? 4-ാം തീയതി കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ മുമ്പിൽ അഭിപ്രായം പറയാമല്ലോ. പറയാൻ യോഗ്യ ജനങ്ങൾ നൽകിയവർക്ക് അഭിപ്രായം പറയാം. അപ്പോ അതുവരെ കാത്തിരിക്കുക. മുതിർന്ന നേതാക്കളടക്കം ഇക്കാര്യത്തിൽ പരസ്യ ചർച്ചകൾ നിർത്തണമെന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കിയത്. മുതിർന്ന നേതാക്കന്മാരെല്ലാവരും അത് പറയേണ്ട ഒരു സമയമായിട്ടില്ല. ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാം, പറയേണ്ട വേദികളിൽ പറയാം, പറയേണ്ട സമയത്ത് പറയാം. ഇപ്പൊ അതിന് സമയമായിട്ടില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊടും ചൂടിൽ വലഞ്ഞ സംസ്ഥാനം. പാലക്കാട് ജില്ലയിൽ ഞായറാഴ്ച വരെ താപനില 40 ഡിഗ്രി സെൽഷ്യസായി ഉയരാമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അതേസമയം സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ കുറവ് രേഖപ്പെടുത്തി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ നാളെ KSEB ചെയർമാന്റെ നേതൃത്വത്തിൽ യോഗം ചേരും. പൊള്ളുന്ന ചൂടാണ് സംസ്ഥാനമൊട്ടാകെ അനുഭവപ്പെടുന്നത്. വരും ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ താപനില ഇനിയും ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞായറാഴ്ച വരെ പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. കൊല്ലം ജില്ലയിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം ജില്ലയിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. നിലവിൽ ഇടുക്കി, വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. വേനൽ ചൂടിൽ സംസ്ഥാനം വലയുമ്പോൾ ആശ്വാസമായി സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം 5850 മെഗാവാട്ടായി കുറഞ്ഞു. ചൂട് വർദ്ധിച്ചതോടെ വീടുകളിലും സ്ഥാപനങ്ങളിലും AC, കൂളർ തുടങ്ങിയ ഉപകരണങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം 6012 മെഗാവാട്ട് എന്ന സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരുന്നു. വൈദ്യുതി ഉപഭോഗം കൂടിയതോടെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ KSEB ചെയർമാന്റെ നേതൃത്വത്തിൽ നാളെ തിരുവനന്തപുരത്ത് ഉദ്യോഗസ്ഥതല യോഗം ചേരും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് ലഗേജ് രഹിത ഹജ്ജ് സേവനം ഇത്തവണയും നടപ്പാക്കുന്നതായി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. തീർത്ഥാടകർക്ക് ലഗേജ് കൊണ്ടു നടക്കേണ്ടി വരുന്നത് മൂലമുള്ള പ്രയാസം ലഘൂകരിക്കുകയാണ് ഈ സേവനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. സ്വന്തം രാജ്യങ്ങളിൽ നിന്ന് മക്കയിലേക്കും മദീനയിലേക്കും യാത്ര പുറപ്പെടുമ്പോൾ തീർത്ഥാടകരുടെ ലഗേജുകൾ സ്വദേശങ്ങളിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് സ്വീകരിച്ച് മക്കയിലെയും മദീനയിലെയും താമസ സ്ഥലങ്ങളിൽ നേരിട്ടെത്തിച്ചു നൽകുന്ന സേവനമാണിത്. ജിദ്ദയിലെയും മദീനയിലെയും എയർപോർട്ടുകളിൽ വിമാനം ഇറങ്ങിയാലുടൻ ലഗേജുകൾക്ക് കാത്തു നിൽക്കാതെയും അവ വഹിച്ചു നടക്കാതെയും താമസ സ്ഥലങ്ങളിലേക്ക് നേരിട്ട് പോകാൻ ഈ സേവനം തീർത്ഥാടകരെ സഹായിക്കും. മേഖലയിലെ സംഘർഷ സാഹചര്യത്തിലും UAEയിലെ തൊഴിൽ വിപണി ഭദ്രമാണെന്ന് മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം വഴിയുള്ള കണക്കുകൾ വിശകലനം ചെയ്താണ് മന്ത്രാലയം ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തെ സ്വകാര്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുന്നുണ്ടെന്നും ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. UAEയിലുള്ള സ്വകാര്യ മേഖലയിലെ 99% തൊഴിലാളികളെയും ഉൾക്കൊള്ളുന്നതാണ് WPS സംവിധാനം. മേഖലയിൽ നിലവിലുള്ള സാഹചര്യം സ്വകാര്യ മേഖലയിലെ ശമ്പള വിതരണത്തെ ബാധിച്ചിട്ടില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. UAE സമ്പദ്വ്യവസ്ഥയുടെ കരുത്താണ് ഇത് കാണിക്കുന്നതെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങളുമായി ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് അനൌദ്യോഗിക ഓൺലൈൻ സൈറ്റുകളിൽ വ്യക്തിഗത വിവരങ്ങൾ പങ്കിടരുതെന്ന് നിർദ്ദേശം നൽകി. ഓൺലൈൻ വഴി അപരിചിതരുമായുള്ള സമ്പർക്കം ഒഴിവാക്കണമെന്നും നിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. സർക്കാർ സേവനങ്ങൾക്കായി അംഗീകൃത പ്ലാറ്റ്ഫോമുകളെ മാത്രമേ ആശ്രയിക്കാവൂ. വ്യാജ കോളുകൾ വഴിയോ സന്ദേശങ്ങൾ ഇമെയിൽ വഴിയോ തട്ടിപ്പിന് ശ്രമമുണ്ടായാൽ 800-5111 എന്ന നമ്പർ വഴി പരാതി നൽകാമെന്നും ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അറിയിച്ചു. കുവൈറ്റിലെ തൊഴിൽ വിപണിയിൽ സുപ്രധാന ഇളവുകളുമായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ ഉത്തരവ്. നിലവിൽ വിസ മാറ്റത്തിന് നിരോധനമുള്ള ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, വ്യവസായം, കൃഷി, മേച്ചിൽ, മത്സ്യബന്ധനം എന്നീ 5 പ്രധാന മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇതര മേഖലകളിലേക്ക് വിസ മാറാൻ താൽക്കാലിക അനുമതി നൽകിക്കൊണ്ട് 1ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് ഉത്തരവിട്ടു. 2026 മെയ് 1 മുതൽ ജൂൺ 30 വരെയുള്ള 2 മാസ കാലയളവിലാണ് ഈ ആനുകൂല്യം ലഭ്യമാകുക. നേരത്തെ ഈ പ്രത്യേക മേഖലകളിൽ റിക്രൂട്ട് ചെയ്യപ്പെട്ടവർക്ക് അതേ വിഭാഗത്തിലല്ലാതെ മറ്റു കമ്പനികളിലേക്ക് മാറാൻ അനുവാദമില്ലായിരുന്നു. എന്നാൽ 2015-ലെയും 2016-ലെയും നിലവിലുണ്ടായിരുന്ന നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയാണ് പുതിയ ഇളവ്. വിസ മാറ്റം ആഗ്രഹിക്കുന്നവർ നിലവിലുള്ള തൊഴിലുടമയുടെ അനുമതി പത്രം കൃത്യമായി ഹാജരാക്കേണ്ടതുണ്ട്. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത് മുതൽ ഈ ഉത്തരവിന് പ്രാബല്യമുണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രമുഖ ധനവിനിമയ സ്ഥാപനമായ ലുലു മണി അബുദാബിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്നൊവേഷൻ ഹബ്ബ് തുറന്നു. സാമ്പത്തിക സേവന മേഖലയിൽ AI അധിഷ്ഠിത സംവിധാനങ്ങൾ വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണിത്. കൃത്യമായി പ്രതികരിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന നിർമ്മിത ബുദ്ധി സാങ്കേതിക സംവിധാനങ്ങൾ സജ്ജമാക്കുകയും ഉപഭോക്താക്കളുടെ സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ ലളിതവും വേഗമേറിയതുമാക്കാൻ ഇതിലൂടെ സാധിക്കും. ലുലു മണിയുടെ വിജയഗാഥ തുടരുകയെന്നതാണ് AI ഇന്നൊവേഷൻ ഹബ്ബ് കൊണ്ട് ലക്ഷ്യമാക്കുന്നതെന്ന് ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദ് പറഞ്ഞു. ഇത്തരമൊരു സംരംഭം ആരംഭിക്കാൻ UAEയേക്കാൾ മികച്ച ഇടമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലുലു മണി അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷാനിൽ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ പങ്കെടുത്തു. കണ്ണൂർ മാതാ അമൃതാനന്ദമയി മഠം ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം ഈ മാസം 19, 20 തീയതികളിൽ ഭക്തിയാദരപൂർവ്വം സംഘടിപ്പിക്കും. മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ അമ്മയുടെ സന്യാസി ബ്രഹ്മചാരി ശിഷ്യരുടെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകളും ജ്ഞാനയജ്ഞങ്ങളും നടത്തപ്പെടുന്നുണ്ട്. മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരി അറിയിച്ചു. പനങ്കാവ് മാതാ അമൃതാനന്ദമയി മഠം ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠയുടെ 15ാം വാർഷിക മഹോത്സവത്തിന് ഞായറാഴ്ച തുടക്കമാകും. ഏപ്രിൽ 19 രാവിലെ 5:30 മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. മഹാമൃത്യുഞ്ജയ ഹോമം, നവഗ്രഹ ഹോമം, ലളിതാ സഹസ്രനാമാർച്ചന എന്നിവ നടക്കും. തുടർന്ന് ബ്രഹ്മചാരി സുമേധാമൃത ചൈതന്യയുടെ കാർമ്മികത്വത്തിൽ രാഹുദോഷ നിവാരണ പൂജയും ഉണ്ടായിരിക്കും. മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരി ദീപപ്രജ്വലനം നിർവഹിക്കും. ബ്രഹ്മചാരി വേദവേദ്യാമൃത ചൈതന്യയുടെ കാർമ്മികത്വത്തിൽ ഭഗവതി സേവ, ധ്യാനം, പ്രഭാഷണം എന്നിവയും ഉണ്ടാകും. 11:30 മുതൽ ബ്രഹ്മചാരിണി നിർലേപാമൃത ചൈതന്യയുടെ പ്രഭാഷണം, ഭജന, അമൃതപ്രസാദം എന്നിവ നടക്കും. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറും. വൈകിട്ട് 4:30 ശനിദോഷ നിവാരണ പൂജ, തുടർന്ന് ശനിഹോമം, അഭിഷേകം, ദീപാരാധന എന്നിവയും ആദ്യ ദിനത്തിൽ നടക്കും. ഏപ്രിൽ 19, 20 ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് അമ്മ പ്രതിഷ്ഠിക്കപ്പെട്ട ബ്രഹ്മസ്ഥാനത്തിൻ്റെ 15ാമത് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവമാണ്.
രാവിലെ 5:30 മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, നവഗ്രഹ ഹോമം എന്നിവയോടുകൂടിയാണ് തുടങ്ങുന്നത്. 15ാം വാർഷികമാണ്, പ്രതിഷ്ഠാ വാർഷികമാണ്. അതിൻ്റേതായിട്ടുള്ളൊരു ഉത്സാഹം എല്ലാവർക്കും ഉണ്ട്. അതോടൊപ്പം തന്നെ അമ്മ ഉത്തര കേരളത്തിൽ വരുന്നു എന്നൊരു എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അമ്മ വരുന്നുണ്ടോ എന്നുള്ള ചോദിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ കോഴിക്കോടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ആവേശം ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ പ്രതിഷ്ഠാവാർഷികവും അതുപോലെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ടും അതിൻ്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉത്സവത്തിന്റെ 2ാം ദിവസമായ ഏപ്രിൽ 20 രാവിലെ 5:30 മഹാഗണപതി ഹോമം, തുടർന്ന് ശിവശക്തി ഹോമം, മഹാസുദർശന ഹോമം, ലളിതാ സഹസ്രനാമാർച്ചന എന്നിവയുണ്ടാകും. രാവിലെ 9 മണിക്ക് നവകം പഞ്ചഗവ്യം അഭിഷേകം, 10 മണിക്ക് ബ്രഹ്മചാരി ആദിദേവാമൃത ചൈതന്യയുടെ പ്രഭാഷണം നടക്കും. 11 മണിക്ക് സ്വാമിനി അതുല്യാമൃത പ്രാണയുടെ പ്രഭാഷണം, ഭക്തിഗാനസുധ, അമൃതപ്രസാദം എന്നിവയും ഉണ്ടാകും. വിവിധ കലാപരിപാടികളോടെ 2 ദിവസങ്ങളിലെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന് എത്തിച്ചേരുന്ന ഭക്തർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അമൃത ന്യൂസ്, കണ്ണൂർ. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാക്കി സഹപാഠികൾ. അധ്യാപകർക്ക് സംരക്ഷണമൊരുക്കുന്ന മാനേജ്മെന്റ് നടപടിക്കെതിരെയാണ് പ്രതിഷേധം. റാം അടക്കമുള്ള 3 അധ്യാപകർക്കെതിരെ വിദ്യാർത്ഥികൾ പരാതി നൽകി. ആശങ്കയറിയിച്ച് രക്ഷിതാക്കളും ആരോഗ്യ സർവകലാശാലയെ സമീപിച്ചിട്ടുണ്ട്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥി നിതിന്റെ മരണത്തിൽ ആരോപണ വിധേയർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ടാണ് കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വെളുത്ത കോട്ടഴിച്ചാണ് ക്യാമ്പസിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധം അറിയിച്ചത്. ഡ്യൂട്ടിയിൽ നിന്നും വിട്ടുനിന്ന് ഹൌസ് സർജൻമാരും പ്രതിഷേധത്തിൽ പങ്കാളികളായി. നമ്മളിപ്പം റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കുകയാണ്. റിട്ടേൺ കംപ്ലൈന്റിൽ നമ്മൾ വെക്കുന്ന ഡിമാൻഡ്സ് റാം സാറിനെ ഡിസ്മിസ് ചെയ്യണം, എന്തിരുന്നാലും ഡിസ്മിസ് ചെയ്യണം. അതുപോലെ തന്നെ അലിഗേഷൻസ് വന്നേക്കുന്ന മറ്റ് 2 സ്റ്റാഫ്സ് അവരെ നമ്മുടെ കോളേജിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ഒരു സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയോൺമെന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. കാരണം നമ്മുടെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിൽ നമ്മുടെ കൺസേൺസിനെ അഡ്രസ് ചെയ്യാത്തവരാ, നമ്മുടെയും നല്ല നമ്മുടെ സ്റ്റാഫിന്റെയും. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾക്കറിയോ ആരാ മാനേജ്മെന്റ് എന്നുള്ളത്? നമ്മുടെ മാനേജ്മെന്റ് ആരാന്നറിയോ? ഇല്ല. ഇത്രയും വർഷം, ഇപ്പൊ ഞാനിവിടെ 5 വർഷമായി പഠിച്ചു, എനിക്കറിയത്തില്ല ആരാ മാനേജ്മെന്റ് എന്ന്. അപ്പം ഇനിയും നമ്മുടെ നിതിൻ പോയി ഇനി ഒരു നിതിനെ ഇവിടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് അവർക്ക് വേണ്ടി. നിതിന്റെ മരണത്തിൽ സുതാര്യമായ അന്വേഷണം വേണമെന്നും റാമിന് പുറമെ മറ്റു 2 അധ്യാപകരെയും പുറത്താക്കണമെന്നും സംഘടനാ സ്വാതന്ത്ര്യം ക്യാമ്പസിൽ വേണമെന്നുൾപ്പെടെ 5 ആവശ്യങ്ങൾ ഉന്നയിച്ച് വിദ്യാർത്ഥികൾ മാനേജ്മെന്റിന് പരാതി നൽകി. പ്രത്യേക ഇമെയിൽ ID ഉണ്ടാക്കി വിദ്യാർത്ഥി യൂണിയൻ കൂടുതൽ പരാതികളും ശേഖരിച്ചു തുടങ്ങി. പൂർവ്വ വിദ്യാർത്ഥികളും ആരോഗ്യ സർവകലാശാലയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം ഡോക്ടർ റാമിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി രക്ഷിതാക്കളും രംഗത്ത് വന്നു. കോളേജിലേക്ക് പട്ടികജാതി ക്ഷേമ സംരക്ഷണ സമിതി ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തി. കണ്ണൂർ എടക്കാടുള്ള ഡോക്ടർ റാമിന്റെ ക്ലിനിക്കിലേക്ക് ഡിവൈഎഫ്ഐയും അന്വേഷണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് ലീഗും മാർച്ച് നടത്തി. അന്വേഷണ സംഘവും യുവജന കമ്മീഷനും കോളേജിലെത്തി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും വിശദമായ മൊഴി ഇന്ന് രേഖപ്പെടുത്തി. ആരോഗ്യ സർവകലാശാലയുടെ അന്വേഷണ സംഘം നാളെ കോളേജിലെത്തി തെളിവെടുക്കും. അമൃത ന്യൂസ്, കണ്ണൂർ. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രകടന പത്രിക പുറത്തിറക്കി തമിഴക വെற்றிക്കഴകം. സ്ത്രീകളുടെയും കുടുംബങ്ങളുടെയും സാമൂഹിക സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകുന്നതാണ് പത്രിക. 60 വയസ്സിൽ താഴെയുള്ള വീട്ടമ്മമാർക്ക് പ്രതിമാസം 2500 രൂപ ധനസഹായം നൽകുമെന്നും പ്രഖ്യാപനമുണ്ട്. ലക്നൌ സൂപ്പർ ജയൻസിനെതിരായ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിരാട് കോഹ്ലി IPL 2026 റൺ വേട്ടക്കാരുടെ പട്ടികയിൽ 1ാമതെത്തി. ഓറഞ്ച് ക്യാപ്പും സ്വന്തമാക്കി. ഇതുവരെ 228 റൺസ് നേടിയാണ് കോഹ്ലി 1ാം സ്ഥാനത്തെത്തിയത്. 224 റൺസുമായി സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഹെൻറിച്ച് ക്ലാസനാണ് 2ാം സ്ഥാനത്തുള്ളത്. RCB ക്യാപ്റ്റൻ രജത് പാട്ടിദാർ 222 റൺസുമായി 3ാം സ്ഥാനത്തുണ്ട്. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.